പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി കളക്ടറേറ്റിലെത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. വന്യമൃഗാക്രമണം തടയാൻ കേരള സർക്കാർ ഒന്നും ചെയ്യാത്തതിന്റെ ഇരയാണ് പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവെന്ന് അനിൽ കെ ആന്റണി പ്രതികരിച്ചു. UDF-ന് SDPI പിന്തുണ പ്രഖ്യാപിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. എല്ലാം ഒരു മുന്നണിയുടെ ഭാഗമെന്നും രാജ്യതാൽപര്യത്തിനെതിരായിട്ടുള്ള കോൺഗ്രസുകാർ പാകിസ്ഥാനിൽ പോട്ടെ എന്ന് തന്നെയാണ് താൻ ആവർത്തിക്കുന്നുവെന്നും അനിൽ കെ ആന്റണി ജനം ടിവിയോട് പ്രതികരിച്ചു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വർണ്ണാധികാരികൾ മുമ്പിൽ പ്രകടനമായി എത്രയും പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പമാണ് അദ്ദേഹം ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വിജയത്തിൽ കവിഞ്ഞൊന്നും NDA ക്യാമ്പ് പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം നമ്മളോടിപ്പോൾ ചേരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ദേശീയ നേതാക്കളടക്കം മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രചാരണം നടത്തി. അതിൻ്റെ ഒരു ആവേശവും ഉണ്ടായിരുന്നു. പ്രവർത്തകർക്ക് ഏറെ മുന്നിലായിരുന്നു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ പ്രചാരണത്തിൽ. ഇപ്പോൾ ഒന്നാം ഘട്ടം പ്രചരണം പൂർത്തിയായെന്ന് പറയാം. പക്ഷേ ഇനി രണ്ടാം ഘട്ടം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇനിയും 3 ആഴ്ചയിലധികം പ്രചരണമുണ്ട്. ഇതുവരെ ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ച് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. ഇനിയും അടുത്ത 3 ആഴ്ചയിൽ കൂടുതൽ മുന്നേറും. തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കും. ഞാനിവിടെ 1 മാസത്തിലധികമായി മണ്ഡലത്തിലുണ്ട്. വലിയൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എല്ലായിടത്തും എല്ലാ നിയോജന മണ്ഡലങ്ങളിലും ഒന്നിലധികം പ്രാവശ്യം പോയി ജനങ്ങളുമൊക്കെ ആയിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. കാര്യം 15 വർഷമായി ഇവിടെ ഒരു MP ഉണ്ട്. ഈ MP ആദ്യത്തെ 5 വർഷം MP ആയിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കഴിഞ്ഞ 15 പിന്നെ അത് കഴിഞ്ഞ് 10 വർഷം പ്രതിപക്ഷ MP-യാണ്. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ട് എനിക്ക് വളരെ ആശ്ചര്യമാണ് തോന്നിയത്. കാര്യം 15 വർഷം ഒരു MP ഉണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഇത്രയും യുവജനങ്ങളുണ്ട്. കർഷക സമൂഹം ഒരുപാടുള്ളതാണ്. ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഇപ്പം ശബരിമല, മാരമൺ കൺവെൻഷൻ, പരിമല ദേവാലയം, ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് യുവജനങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ ഇവർക്കൊന്നും ഇതൊക്കെ വരണമെങ്കിൽ വലിയൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആവാൻ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ വരണമെങ്കിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അതുപോലുമില്ല. നല്ലൊരു റോഡ് പോലുമില്ല. ഈ ജില്ലയിൽ ആകപ്പാട് ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ, തിരുവല്ലയിൽ. അതിൻ്റെയും സൗകര്യങ്ങൾ വളരെ മോശം. അപ്പോൾ തന്നെ ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് ഈ വന്യമൃഗ ആക്രമണം. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് തെരഞ്ഞെടുക്കുക പൊതുജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് വോട്ടർമാർക്ക് മുന്നിൽ പറയാനുള്ള ഒരു നിർദ്ദേശം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്? ഇന്നലെ 2 ദിവസം മുമ്പ് ഇവിടെ കാട്ടാനയിൽ കൊല്ലപ്പെട്ട ശ്രീ ബിജു, അദ്ദേഹത്തിൻ്റെ അവിടെ പോയിരുന്നു. നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ കാട്ടാന ആക്രമിക്കപ്പെട്ട് അവിടെ ഹോസ്പിറ്റലൈസ് ആയ ഒരു വ്യക്തിയെ പോയി കണ്ടിരുന്നു. ഇപ്പോൾ കൂടി വരുന്നൊരു വിഷയമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങൾ ഈ ഫാം ലാൻഡിലേക്കും, അതായത് കൃഷി സ്ഥലങ്ങളിലേക്കും മനുഷ്യവാസമുള്ളിടത്തേക്കും വരാതിരിക്കാനൊക്കെ ഇവിടെ 60 കോടി നമ്മൾ സോളാർ ഫെൻസിങ്ങിന് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലാപ്സ് ആയിപ്പോയി. അതുപോലെ മറ്റ് ഒരുപാട് ഇപ്പം വന്യമൃഗങ്ങൾക്ക്, ഇപ്പം കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിനകത്ത് തന്നെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം ലഭിക്കുന്ന രീതിയിൽ. കാര്യം ഞാൻ അവിടെ പോയ സമയത്തൊക്കെ അവിടുത്തെ കാടെല്ലാം വറ്റിക്കിടക്കുകയാണ്, ജലാശയങ്ങളെല്ലാം വറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ആഹാരവും അതുപോലെ വെള്ളവുമെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടൊന്ന് മുന്നോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ശാസ്ത്രീയപരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, സുസ്ഥിരപരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഇതിന് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം മനുഷ്യരും മൃഗങ്ങളും അതുപോലെ പ്രകൃതിയും മനുഷ്യരും എല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള എല്ലാവിധ പദ്ധതികളും നമുക്കിപ്പോഴേ ഉണ്ട്. അതെല്ലാം ഇവിടെ നടപ്പാക്കും. അപ്പോൾ തന്നെ ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, വീണ ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് ബന്ധപ്പെട്ട് അത് സംസ്ഥാന സർക്കാരാണ് ഇടപെടൽ നടത്തി നഷ്ടപരിഹാരം നൽകുന്നത്, അത് കേന്ദ്ര ഫണ്ട് അല്ലെന്നുള്ളൊരു വാദമൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ വീട് സന്ദർശിച്ച് നടത്തുകയുണ്ടായി. ഇതൊക്കെ എന്ത് വിടുത്തരമാണ് ഈ പറയുന്നത്? കാര്യം സർക്കാർ ഇടപെട്ട് കാണും എന്ന് പറഞ്ഞാൽ അവരുടെ ഇടപെടൽ എന്താണ്? കേന്ദ്രത്തിനോട് കാശുപയോഗിക്കുന്നതാണ് ഇവരുടെ ഇടപെടൽ. പക്ഷേ ഇത് ഫണ്ടുള്ളത് 10 ലക്ഷം ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പദ്ധതിയാണ്, ഒരു കേന്ദ്ര പദ്ധതിയാണ്. എൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിർഭാഗ്യവശാൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനെ
ഇങ്ങനത്തെ ഒരു മരണം ഉണ്ടായാൽ അതിനൊരു 10 ലക്ഷത്തിൻ്റെ ഒരു കൊടുക്കുന്ന ഒരു ഡീഫോൾട്ടായിട്ടുള്ളൊരു പദ്ധതി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇവിടെയും അത് കൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രി എന്നുള്ള സംശയം എന്താണ്? കേരള സർക്കാർ ഇടപെടുന്നുണ്ട്. അവർ കേന്ദ്രത്തിനൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അവിടുന്ന് ഫണ്ട് വരുന്നു. അല്ലാതെ ഇതിന് കേരളത്തിന് യാതൊരു പങ്കുമില്ല. ഒപ്പം തന്നെ ഈ എതിർ സ്ഥാനാർത്ഥി ആന്റണിയുടെ ഒരു രാജ്യവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ചില പ്രചാരണങ്ങളൊക്കെ വളച്ചൊടിച്ച് UDF ക്യാമ്പും ഒപ്പം തന്നെ ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പാകിസ്ഥാന് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ഒരു പ്രതികരണം, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വേറെ ഇതുപോലെ ഞാനിവിടെ വന്ന് ജനങ്ങളുടെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർക്ക് അതിനൊന്നും സാധിക്കില്ല. അത് കാരണം ഇവർ എന്നും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇവർ മാറി മാറി പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ ആന്റണി ചില തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു, ഇന്ത്യൻ ആൻറ്റി ടെററിസം സ്ക്വാഡുകളെല്ലാം അപമാനിച്ചു. അതുപോലെ അദ്ദേഹം പാകിസ്ഥാൻ, ഇപ്പം എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ടെററിസത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന് ക്രോസ് ബോർഡർ ടെററിസം, പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം ഒക്കെയാണ് ദശാബ്ദങ്ങളായിട്ട്. അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണത്തെ പോലും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ആന്റണി വെള്ളപൂശാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് നിരാശ തോന്നി. കാര്യം ഇദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നു, ഇന്ത്യൻ ഭടന്മാരെ അപമാനിക്കുന്നു, പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഉള്ളവർ, ഇതെല്ലാ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ മറ്റാരെയും ഉദ്ദേശിച്ചല്ല, ശ്രീ ആന്റണിയെ പോലെയുള്ളവർ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വികസന മുന്നേറ്റങ്ങൾ അത് കേരളത്തിലേക്കും ഒപ്പം തന്നെ പത്തനംതിട്ടയിലേക്കും സാധ്യമാകുന്നതിന് NDAയുടെ പ്രതിനിധിയുടെ വിജയം അനിവാര്യമാണ്. ആ ഒരു കാര്യം മണ്ഡലത്തിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്നതിന് NDA ക്യാമ്പിനും കഴിയുന്നുണ്ട്. ഒരു വിജയത്തിൽ കവിഞ്ഞതൊന്നും NDAയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി പ്രതീക്ഷിക്കുന്നില്ല. ഒരു വിജയ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.